നമസ്കാരം. തീവണ്ടി യാത്രകൾ നമുക്ക് ഒഴിവാക്കാൻ പറ്റൂല. തീവണ്ടി യാത്ര ഒഴിവാക്കിയുള്ളൊരു സഞ്ചാരം നമുക്ക് സങ്കല്പിക്കാനേ കഴിയില്ല. പണ്ടത്തെ കാലത്ത് ഒരു സ്റ്റേഷനിൽ നമുക്ക് വണ്ടി കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നമ്മളെ കാറെടുത്ത് പാഞ്ഞ് അടുത്ത സ്റ്റേഷനിൽ നിന്ന് അത് ആ തീവണ്ടിയിൽ കയറി പോകുന്ന ഒരു സിനിമയൊക്കെ കണ്ടിട്ടുണ്ട്. പക്ഷെ പണ്ട് നമുക്ക് അങ്ങനെ പറ്റുമായിരുന്നു. കാരണം റോഡ് ഇത്ര ട്രാഫിക് ഇല്ലായിരുന്നു. പക്ഷെ തീവണ്ടി വേഗത കുറച്ചായിരുന്നു പോയിരുന്നത്. അതുകൊണ്ട് കിട്ടിയിരുന്നു. എന്നാൽ ഇന്നത്തെ കാലത്തിൽ അങ്ങനെയല്ല. ഇന്ന് റോഡ് മാർഗം പോയി കഴിഞ്ഞാൽ തീവണ്ടിയെ പിടിക്കാനൊന്നും പറ്റില്ല. ഇപ്പോൾ ഉദാഹരണം നമ്മൾ കണ്ണൂരേക്ക് യാത്ര ചെയ്യുന്നത്, ഞാൻ കോഴിക്കോട് നിന്ന് കണ്ണൂരേക്ക് യാത്ര ചെയ്യുന്ന ഒരാളാണ്. കണ്ണൂരേക്ക് യാത്ര ചെയ്യുമ്പോൾ തീവണ്ടി 1.5 മണിക്കൂർ കൊണ്ട് കണ്ണൂരെത്തും. എങ്ങനെ പോയാലും ലോക്കൽ ട്രെയിനിന്റെ കാര്യമല്ല പറയുന്നത്, സാധാരണ ട്രെയിനുകൾ 1.5 മണിക്കൂർ കൊണ്ട് കണ്ണൂരെത്തും. പക്ഷെ നമ്മൾ കോഴിക്കോട് കണ്ണൂർ യാത്ര കാറിലാണ് യാത്ര എന്നുണ്ടെങ്കിൽ 2.5-3 മണിക്കൂർ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ വരുന്നുണ്ട്. അതായത് പകുതി സമയം കൊണ്ട് നമുക്ക് എത്താൻ കഴിയുന്നുണ്ട്. അത് മാത്രമല്ല, നമുക്ക് യാത്ര സുഖം, കംഫർട്ടായിട്ട് യാത്ര ചെയ്യാം. യാതൊരു പ്രശ്നമില്ല. വല്ല വെള്ളമോ ചായ വേണമെങ്കിൽ അത്, 1-2 കഴിക്കണമെങ്കിൽ അത്, അതിനുള്ള സൗകര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് നമ്മൾ ദീർഘദൂര യാത്രകൾക്ക് തീവണ്ടിയാണ് ഉപയോഗിക്കുന്നത്. പിന്നെ ഡൽഹിയിലേക്കോ ബോംബെയിലേക്കോ അല്ലെങ്കിൽ അതുപോലെ മറ്റെവിടെയെങ്കിലും ഒക്കെ പോകുമ്പോൾ നമ്മൾ തീവണ്ടി, ചെന്നൈയിലേക്കൊക്കെ നമ്മൾ ആശ്രയിക്കുന്ന തീവണ്ടികളാണ്. എന്നാൽ പലപ്പോഴും ഈ തീവണ്ടിയിൽ നടക്കുന്ന ചില കുൽസിത പ്രവൃത്തികൾ, ചിലരുടെ അതിക്രമങ്ങൾ, അക്രമങ്ങൾ നമ്മുടെ യാത്രയെ ബുദ്ധിമുട്ടാക്കിയിട്ടുണ്ട്. പലർക്കും അവരുടെ ജീവിതം തന്നെ നഷ്ടപ്പെടുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ട്. തീവണ്ടിയിൽ നിന്നൊക്കെ തള്ളിയിട്ട് അവരുടെ ജീവിതം നശിപ്പിക്കുക, അംഗഭംഗം വന്നവരുണ്ട്. അങ്ങനെ ഒത്തിരി പേരുണ്ട്. ആ ഒരു അവസ്ഥകളൊക്കെ ഉണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ അതിന് തീവണ്ടിയിൽ ആരെങ്കിലും എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന് പണി തരുന്നു, മുട്ടം പണി തരുന്നു എന്നാണ് റെയിൽവേയുടെ ചെന്നൈ ഡിവിഷൻ പറയുന്നത്. വാർത്ത: തീവണ്ടിയിൽ യാത്രക്കാരെ ശല്യപ്പെടുത്തുന്നവർക്കെതിരെ ശക്തമായ നടപടിയെടുക്കുമെന്ന് ചെന്നൈ റെയിൽവേ ഡിവിഷൻ അധികൃതർ അറിയിച്ചു. യാത്രക്കാരെ ശല്യപ്പെടുത്തുന്നവരിൽ നിന്ന് പിഴ ഈടാക്കുന്നുണ്ടെന്നും റെയിൽവേ അധികൃതർ അറിയിച്ചു. ഞാൻ ഈ വീഡിയോ ചെയ്യാനുള്ള പ്രധാന കാരണം എന്നറിയാം, കേരളത്തിലും തമിഴ്നാട്ടിലും കർണാടകയിലും ഓടുന്ന ട്രെയിനുകളുടെ കാര്യത്തിലല്ല. ഈ 3 സംസ്ഥാനങ്ങളിലൊന്നും തീവണ്ടി ഓടി എന്ന് പറഞ്ഞിട്ട് പ്രത്യേകിച്ച് ഒന്നും സംഭവിക്കുന്നുമില്ല. മര്യാദയ്ക്ക് നമുക്ക് യാത്ര ചെയ്യാൻ പറ്റുന്നുണ്ട്. എന്നാൽ ഉത്തരേന്ത്യയിലേക്കുള്ള യാത്ര എങ്ങനെയാണ്? ഉത്തരേന്ത്യയിലേക്കുള്ള യാത്ര ഇപ്പൊ സ്ലീപ്പർ കോച്ച് നമ്മൾ എടുക്കുന്നുണ്ട്. ഇവിടെ കേരളത്തിൽ നമ്മൾ സ്ലീപ്പർ കോച്ച് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് സന്തോഷമാണ്. കാരണം രാത്രി ഒരു 10 മണിയായി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കിടന്നുറങ്ങാം. അത് ലോവർ ബർത്ത് ആയാലും അപ്പർ ആയാലും മിഡിൽ ആയാലും എവിടെയായാലും നമുക്ക് കിടന്നുറങ്ങാം. രാവിലെ ഒരു 6 മണി വരെ സുഖമായിട്ട് കിടന്നുറങ്ങാം. അത് കഴിഞ്ഞ് നമുക്ക് എഴുന്നേറ്റ് അതുപോലെ പല്ലൊക്കെ തേച്ച് മുഖം കഴുകിയിട്ട് വീണ്ടും സീറ്റായിട്ട് നമുക്ക് ഉപയോഗിക്കാം. ഇനി വേണമെന്നുണ്ടെങ്കിൽ അപ്പുറ ബർത്തുകാർക്ക് അവിടെ തന്നെ കിടന്നുറങ്ങാം. യാതൊരു തടസ്സവുമില്ല. അങ്ങനെ സുഖമായിട്ട് നമുക്ക് യാത്ര ചെയ്യാം. പക്ഷെ വടക്കേ ഇന്ത്യയിൽ അങ്ങനെയാണോ തീവണ്ടി യാത്ര? വടക്കേ ഇന്ത്യയിൽ തീവണ്ടി യാത്ര നമ്മുടെയൊക്കെ അനുഭവത്തിൽപ്പെട്ടിടത്തോളം കാലം ഒരു പരിധി കഴിഞ്ഞാൽ പിന്നെ ലോക്കലാണ്. ലോക്കൽ ട്രെയിനിൽ എങ്ങനെയാണോ ഇടപെടലുകൾ അതുപോലെ തന്നെയാണ്. അതിനിടയിലാണ് പിന്നെ കൈകുട്ടി പണം പിരിക്കുന്നവരുടെയും മറ്റ് എന്താ പറയാ പാൻപരാഗുകാരുടെയും എന്നു വേണ്ട ഒരു ലോക്കൽ ട്രെയിനിൽ ഏത് വിധേനയാണോ അവർ പെരുമാറുന്നത് അതിനേക്കാൾ കഷ്ടമാണ് ഈ റിസർവേഷൻ കമ്പാർട്ട്മെന്റിൽ കയറിയിട്ട് തോന്നുന്നിടത്തൊക്കെ കിടക്കുക, എവിടെയെങ്കിലുമൊക്കെ കിടക്കുക, കിടന്നുറങ്ങുക, നമ്മളെയൊക്കെ മാറ്റി നിർത്തി. ഇനി അഥവാ നമ്മൾ ബെർത്ത് ബുക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ തന്നെ ഇരിക്കാൻ പോലും സീറ്റ് കിട്ടാത്തൊരു സാഹചര്യം ഉണ്ടാകുക, അത്തരത്തിൽ സാഹചര്യങ്ങളുണ്ട്. എന്നാൽ AC-യിൽ ഇവരുടെ പരാക്രമങ്ങളൊന്നും കാണാറില്ല. പക്ഷെ ഈ സ്ലീപ്പർ കോച്ചുകളിൽ ഇങ്ങനെയുള്ള ഒരു പ്രയാസങ്ങളോ പ്രശ്നങ്ങളോ ഉണ്ടായാൽ പോലീസുകാരോട് പറഞ്ഞിട്ടും പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. അതായത് വടക്കേ ഇന്ത്യയിലേക്ക് പോയി കഴിഞ്ഞാൽ ഈ പോലീസുകാർ, റെയിൽവേ പോലീസ് പോലും ഇവരുടെ എന്താ പറയുക കൂടെയാണ്, ഈ അക്രമികളുടെ കൂടെയാണ്, അല്ലെങ്കിൽ ആ നാട്ടുകാരായ ലോക്കൽസിന്റെ കൂടെയാണ്. ലോക്കൽസിനെ മോശമാക്കി പറഞ്ഞല്ല, ഇങ്ങനെ മറ്റുള്ളവർക്ക് അധിക പണം മുടക്കി യാത്ര ചെയ്യാൻ വേണ്ടി സ്ലീപ്പർ ടിക്കറ്റ് എടുത്ത് കയറിയിരിക്കുന്നവരെ ബുദ്ധിമുട്ടിക്കുന്ന ഒരു രീതി ഉണ്ടല്ലോ, അതിനെതിരെ പ്രതികരിക്കുന്നത് കണ്ടിട്ടില്ല. വളരെ അപൂർവമായി മാത്രമാണ് അത്തരത്തിൽ പ്രതികരിക്കുന്നത് കണ്ടിട്ടുള്ളത്. പക്ഷെ അതുകൊണ്ട് പ്രത്യേകിച്ച് കാര്യമുണ്ടെന്ന് തോന്നുന്നില്ല. ഈ വരുന്ന പോലീസുകാർ തന്നെ മര്യാദയ്ക്കല്ല പെരുമാറുന്നത് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. അപ്പൊ ഈ ചെന്നൈ ഡിവിഷൻ ഇതിങ്ങനെ ഒരു തീരുമാനം എടുക്കുമ്പോൾ എന്തുകൊണ്ടാണ് ഇന്ത്യ ഒട്ടാകെ ഇത്തരത്തിലുള്ള തീരുമാനം എടുക്കാത്തത് എന്നാണ് എൻ്റെ ഒരു സംശയം. ആ ഒരു സംശയം കൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. ഇതിന് ഞാൻ കാണുന്ന ഒരൊറ്റ പരിഹാരമേ ഉള്ളൂ. ഉത്തരേന്ത്യയിൽ യാത്ര പോകുന്ന മുഴുവൻ ആൾക്കാരും റെയിൽ മദത് എന്ന് പറയുന്ന ഒരു ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുക. റെയിൽ മദത് അങ്ങനെ ഒരു ആപ്ലിക്കേഷൻ ഉണ്ട്. റെയിൽ മദത് ഇൻസ്റ്റാൾ ചെയ്ത ശേഷം എന്തെങ്കിലും ഒരു പ്രയാസം നിങ്ങൾക്ക് റെയിൽ യാത്രയിൽ ഉണ്ടായാൽ അത് സീറ്റായിട്ടോ ബെർത്തായിട്ടോ മറ്റ് യാത്രക്കാരുടേതായിട്ടോ ഇനി അതല്ലെങ്കിൽ ട്രെയിനിലെ ജീവനക്കാരുടെ ആയിട്ടോ മറ്റെന്തെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ട് യാത്രക്കിടയിൽ ഉണ്ടാകുന്നുണ്ടെങ്കിൽ അതിൽ ആ ആപ്ലിക്കേഷനിൽ ബുക്ക് ചെയ്തുകൊണ്ടിരിക്കുക, കംപ്ലൈന്റ് രജിസ്റ്റർ ചെയ്തുകൊണ്ടിരിക്കുക, നിരന്തരം ചെയ്തുകൊണ്ടിരിക്കുക. അത് റിസൾട്ട് വരുമല്ലോ എന്നറിയില്ല. ഇവിടെയൊക്കെ കേരളത്തിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ കിട്ടും. കേരളത്തിലൊക്കെ ആണെങ്കിൽ ആപ്പിൽ ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത മിനിറ്റിനുള്ളിൽ നമുക്ക് കോൾ വരും. എന്താണ് വിഷയം, എവിടെയാണ്, ട്രെയിൻ ഇപ്പോൾ എവിടെയാണെന്നൊക്കെ ചോദിച്ചുകൊണ്ട് അടുത്ത സ്റ്റേഷനിൽ നമുക്കതിന് പരിഹാരം തരാൻ ശ്രമിക്കും. പണ്ടൊരിക്കൽ ഞാൻ യാത്ര ചെയ്ത സമയത്ത് ബെർത്തിൽ കയറിയപ്പോൾ കിടക്കാൻ കഴിയുന്നില്ല. അപ്പുറം ബെർത്ത് എന്ന് പറഞ്ഞ് ചളിയോട് ചളിയാണ്. യാത്രക്കിടയിൽ എങ്ങനെയെങ്കിലുമൊക്കെയോ അത് ഇൻസ്റ്റാൾ ചെയ്തു.
ഇൻസ്റ്റാൾ ചെയ്തിട്ട് അവർ കംപ്ലൈന്റ് ചെയ്തു. പക്ഷെ അപ്പോഴേക്കും ട്രെയിൻ ഷൊർണൂർ കഴിഞ്ഞിരുന്നു. കാരണം ഷൊർണൂരിൽ അല്പസമയം നിൽക്കും. ട്രെയിൻ പിന്നെ നിർത്തുന്നത് പാലക്കാടാണ്. പാലക്കാട് നിന്ന് അത് ക്ലീൻ ചെയ്യാനുള്ള സൗകര്യം ഉണ്ടാക്കാമെന്ന് പറഞ്ഞു. ഏതായാലും പാലക്കാട് നിന്ന് വളരെ വൃത്തിയാക്കി ആൾക്കാർ കയറി ബെർത്തൊക്കെ നല്ല വൃത്തിയാക്കി കുട്ടപ്പനാക്കി തന്നു. പിന്നെ സുഖമായിട്ട് ഉറങ്ങിയാണ് പോയത്. പക്ഷെ കുറച്ച് ടൈം നമുക്ക് നിൽക്കേണ്ടി വന്നു. മറ്റുള്ളവരൊക്കെ ഉറങ്ങിയ സമയത്ത് നമ്മൾ നോക്കി നിൽക്കേണ്ടി വന്നു. കാരണം നമ്മുടെ ബെർത്തിൽ കിടക്കാൻ പറ്റുന്ന സാഹചര്യമില്ല. ഏതായാലും റെയിൽ മദത് എന്നുള്ള ഒരു ആപ്ലിക്കേഷൻ അതിന് വളരെ ഉപകാരമാണ്. റെയിൽ മദതിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ നിരന്തരം കംപ്ലൈന്റ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ വടക്കേ ഇന്ത്യയിലേക്ക് പോകുന്ന ആ ട്രെയിനുകളിൽ ഇത്തരത്തിൽ റിസർവ് ചെയ്ത് പോകുന്ന മലയാളികൾ നമ്മളേത് ചെയ്യുള്ളൂ, അല്ലെങ്കിൽ ഇത് അറിയുന്നവർ, ഉത്തരേന്ത്യക്കാർ അതൊക്കെ മതി എന്ന് അവർ കരുതിയിട്ടുണ്ടാവും. നമ്മൾ റിസർവേഷൻ ടിക്കറ്റ് എടുത്ത് യാത്ര ചെയ്യുന്നത് നമുക്ക് മര്യാദയ്ക്ക് യാത്ര ചെയ്യാനാണ് എന്നതുകൊണ്ട് നിരന്തരം അതിനകത്ത് കംപ്ലൈന്റ് രജിസ്റ്റർ ചെയ്തുകൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ഇതുമായിട്ട് ബന്ധപ്പെട്ടവർക്ക് നാണക്കേടായിരിക്കും. അവർക്ക് നാണവും മാനവും ഉളുപ്പും ഉണ്ടാകാൻ വേണ്ടിയിട്ട് അത് ഉപകരിക്കുന്നതാണ് എനിക്ക് തോന്നുന്നത്. ആ സമയമാകുമ്പോഴേക്ക് പിന്നെ അതിനൊരു പരിഹാരം ഉണ്ടാകുമായിരിക്കും. ഇവിടെ എന്തുകൊണ്ടാണ് ഇത്രയധികം തിരക്കുണ്ടായിട്ടും പ്രാദേശികമായിട്ട് അല്ലെങ്കിൽ ഹ്രസ്വദൂര ലോക്കൽ ട്രെയിനുകൾ അനുവദിച്ചുകൊണ്ട് ഈ തിരക്കുകൾ അതിലേക്ക് മാറ്റാത്തത് എന്ന് മനസ്സിലാകണില്ല. ഈ തിരക്കുകൾ അതാണ് വേണ്ടിയിരുന്നത്. വന്ദേ ഭാരതും അല്ലാത്ത ഭാരതും ഒക്കെ ഇറങ്ങുന്നതിന് മുമ്പ് ശരിക്ക് മറ്റ് തീവണ്ടികളുടെ യാത്ര ആ തിരക്ക് കുറയ്ക്കണം. നമുക്കറിയാമല്ലോ, കേരളത്തിൽ ഓടുന്ന 2 തീവണ്ടികളുടെ തിരക്ക്, മലബാറും അതുപോലെ മംഗലാപുരവും രാത്രി ഓടുന്ന ട്രെയിനുകളാണ്. ഈ മംഗലാപുരം 63-47, 63-48 ഈ 2 വണ്ടികള് അതിൽ ലോക്കൽ ടിക്കറ്റ് എടുത്ത് യാത്ര ചെയ്യാൻ കഴിയില്ല. അല്ലാതെ ടിക്കറ്റുകൾ തന്നെ ആഴ്ചകൾക്ക് മുമ്പ് വിറ്റുപോകും, കിട്ടില്ല. അത്രത്തോളം തിരക്കുള്ളതാണ്. വർഷങ്ങൾക്ക് മുമ്പുള്ള യാത്രക്കാരുടെ തിരക്ക്, ആ തിരക്കിനനുസരിച്ചുള്ള തീവണ്ടി മാത്രമേ ഇപ്പോഴുള്ളൂ. പിന്നെ വന്ദേ ഭാരതൊക്കെ വന്നു. അത് ആര് യൂസ് ചെയ്യും, എത്ര ആൾക്കാർ യൂസ് ചെയ്യും? ഇപ്പോ കഴിഞ്ഞ ദിവസം ഒരു ടിക്കറ്റ് നിരക്ക് നോക്കുമ്പോൾ ജനശതാബ്ദിയിൽ 200 സംതിങ് റുപ്യ ആണ് ആകെ ഉള്ളത് മൊത്തത്തില് ഉള്ളത്. ആ ടിക്കറ്റിന്റെ സ്ഥാനത്ത് ഇവിടെ 1100 സംതിങ് റുപ്യാണ് ഇപ്പുറത്ത് കണ്ടത്, വന്ദേ ഭാരതിൽ കണ്ടത്. ഒരു സാധാരണക്കാരന് അതിൽ പോവില്ല. ഒരു 1.5 മണിക്കൂർ നേരത്തെ അവിടെ എത്തും എന്നേ ഉള്ളൂ. അതൊന്നും ഒരു വലിയ കാര്യമായിട്ട് കാണുന്നില്ല. പിന്നെ വന്ദേ ഭാരത് എന്ന് പറയുന്നപ്പോൾ തടസ്സമില്ലാതെ പോകാമെന്ന് കരുതിയിട്ട് അത്തരക്കാർ വന്ദേ ഭാരത് ബുക്ക് ചെയ്യുന്നു. അത് തന്നെ ഫുള്ളായിട്ട് തന്നെയാണ് ഓടിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഇത്തരത്തിൽ റെയിൽവേ ശല്യപ്പെടുത്തുന്നവരിൽ നിന്ന് പിഴ ഈടാക്കും എന്നൊക്കെ പറയുമ്പോഴും ഉത്തരേന്ത്യൻ യാത്രകൾ അല്ലെങ്കിൽ സുഗമമായി യാത്ര ചെയ്യേണ്ട യാത്രകൾ അങ്ങനെ തന്നെ നമ്മൾ പണം മുടക്കിയാണ് യാത്ര ചെയ്യുന്നത് കൊണ്ട് ആ ഒരു സുരക്ഷിതത്വത്തോടെ യാത്ര ചെയ്യാൻ കഴിയണം. കൈകൊട്ടിപ്പാട്ടുകാരെയും മറ്റുള്ളവരെയും ബലമായിട്ട് കാശ് പിടിച്ചു വാങ്ങുന്നവരെയും ഒക്കെ അങ്ങോട്ട് ഒഴിവാക്കിയിട്ട് മര്യാദയ്ക്ക് യാത്ര ചെയ്യാൻ കഴിയണം. അതിനാവശ്യമായ തീവണ്ടികൾ ഇടണമെന്നേ. അതിന് കഴിയാത്ത ഭരണ സംവിധാനമൊന്നും അല്ല കേന്ദ്രത്തിൽ ഭരിക്കുന്നത്. അപ്പൊ അവരെയും കൂടി ഇതൊക്കെ ഒന്ന് ഓർമ്മിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് റെയിൽ മദത് എന്നുള്ള ആപ്ലിക്കേഷന്റെ സംവിധാനം ശരിയായി ഉപയോഗിക്കാൻ പറയുന്നത്. ഞാനത് മുടങ്ങാതെ ചെയ്യുന്നുണ്ട്. തീവണ്ടിയിൽ യാത്ര ചെയ്യുന്ന സമയത്ത് സേവനങ്ങൾ കിട്ടുന്നുണ്ട്. അത് നിങ്ങളും ഒന്ന് പരിശ്രമിക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചെങ്കിലുമൊക്കെ നമുക്ക് തീവണ്ടികൾ ശുദ്ധമാക്കി എടുക്കാൻ പറ്റും. പ്രത്യേകിച്ച് ഉത്തരേന്ത്യൻ യാത്രകളെ നമ്മൾ ഒന്നിലധികം പേർ നമ്മൾ യാത്ര ചെയ്യണമെന്നുണ്ടെങ്കിൽ, നമ്മുടെ യാത്രകൾക്ക് എന്തെങ്കിലും ഭംഗം വരികയാണെന്നുണ്ടെങ്കിൽ, ബുദ്ധിമുട്ട് വരികയാണെന്നുണ്ടെങ്കിൽ നിരന്തരം പരാതി അയച്ചുകൊണ്ടേയിരിക്കുക. ഇനി ഒരുപക്ഷെ നമുക്ക് ഉപഭോക്തൃ കോടതിയിലോ മറ്റോ പോകേണ്ടി വരുന്ന സാഹചര്യം ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ ഈ അയച്ച പരാതികളൊക്കെ നമുക്ക് തെളിവായി എടുക്കാമല്ലോ. Different angles. Don't forget to subscribe and support this channel.